Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നാം ഇന്ന് ധ്യാനിക്കുന്നത് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും അതിലൂടെ ലോകത്തിന് ലഭിച്ച രക്ഷയുമാണ്. ഇത് ഒരു സാധാരണ ചരിത്ര സംഭവമല്ല. ഇത് ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെ പരമാവധി പ്രകടനമാണ്. മനുഷ്യൻ്റെ പാപത്തെയും മരണത്തെയും ജയിച്ച ദൈവിക വിജയം തന്നെയാണ് ഈ പീഡാനുഭവം. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 63-ാം വാക്യത്തിൽ നാം കാണുന്നു, യേശുവിനെ പിടിച്ചുകൊണ്ടുപോയവർ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു എന്ന്. ദൈവപുത്രനായ യേശു മനുഷ്യൻ്റെ മുൻപിൽ അപമാനിക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ഇത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും, ഓരോ അനീതിയും, ഓരോ സ്വാർത്ഥതയും യേശുവിൻ്റെ ശരീരത്തിൽ നാം ഏൽപ്പിക്കിടുന്ന ഓരോ അടികളാകുന്നു. യേശു സഹിച്ച ഈ അപമാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? പാപം ഒരു ചെറിയ കാര്യമല്ല. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ യേശു പ്രതികാരം ചെയ്തില്ല. അവൻ മൗനമായി എല്ലാം സഹിച്ചു. അതിലൂടെ അവൻ നമ്മെ പഠിപ്പിക്കുന്നു, സഹനം, ക്ഷമ, വിനയം ഇവയാണ് ദൈവത്തിൻ്റെ വഴികൾ. മത്തായി സുവിശേഷം 27:19 പീലാത്തോസിൻ്റെ ഭാര്യയുടെ സ്വപ്നം നമ്മെ ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ നീതിമാനെക്കുറിച്ച് ഒന്നും ചെയ്യരുത് എന്ന് അവൾ പറയുന്നു. എന്നിരുന്നാലും ജനങ്ങളുടെ സമ്മർദ്ദത്തിന് മുൻപിൽ പീലാത്തോസ് സത്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു. ഇന്നും നമ്മൾ പലപ്പോഴും സത്യം അറിയുമ്പോഴും ഭയത്താൽ അത് നിഷേധിക്കുന്നു. പീലാത്തോസ് തൻ്റെ കൈകൾ കഴുകി ഞാൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞു. എന്നാൽ അത് മാത്രം മതിയോ? നീതിയുടെ മുൻപിൽ നിശബ്ദതയും പാപമാണ്. യേശുവിനെ ക്രൂശിക്കുവാൻ അവർ സമ്മതിച്ചപ്പോൾ മനുഷ്യൻ ദൈവത്തെ തന്നെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴത്തിന് ഇരിക്കുന്നതിനെക്കുറിച്ച് നാം വായിച്ചു കേൾക്കുന്നു. അപ്പോൾ അവൻ അപ്പമെടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. പാനപാത്രമെടുത്ത് അവൻ പറയുന്നു, ഇത് നിങ്ങളുടെ പാപങ്ങൾക്കായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാണ്. ഇവിടെ നാം എന്താണ് കാണുന്നത്? കുരിശിലെ യാഗം മുൻകൂട്ടി അന്ത്യത്താഴ വിരുന്നിൽ തന്നെ ആരംഭിക്കുകയാണ്. ഓരോ പരിശുദ്ധ കുർബാനയും ഈ യാഗത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഒരു ആചാരമല്ല, അത് യേശുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ പങ്കുചേരലാണ്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24-25 വാക്യങ്ങളിൽ നാം കാണുന്നു, ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നു, അവൻ്റെ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും മേൽ പതിക്കട്ടെ. ഇത് വളരെ ദുഃഖകരമായ ഒരു നിമിഷമാണ്. രക്ഷകനായ യേശുവിനെ മനുഷ്യർ തന്നെ തള്ളിക്കളയുന്നു. ഇന്നും നമ്മൾ പലപ്പോഴും യേശുവിനെ തള്ളിക്കളയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പാപത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നാം യേശുവിനെ തന്നെയാണ് തള്ളിപ്പറയുന്നത്. പക്ഷേ യേശുവിൻ്റെ രക്തം ശാപമല്ല, ഒരു അനുഗ്രഹമാണ്. അത് നമ്മെ വിശുദ്ധീകരിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 23-ാം അധ്യായം 24 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ നാം യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴി കാണുകയാണ്. അവൻ വീഴുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, കുരിശു ചുമക്കുന്നു. കുരിശിൽ അവൻ പറഞ്ഞ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഇവർ എന്തു ചെയ്യുന്നുവെന്ന് ഇവരറിയുന്നില്ല. ഇതാണ് ക്രിസ്തീയത. ഇതാണ് സ്നേഹത്തിൻ്റെ പരമാവധി മൂല്യം. ഇതാണ് ക്ഷമ. കള്ളനോട് യേശു പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കും. അവസാന നിമിഷത്തിലും ദൈവത്തിൻ്റെ അക്കാരുണ്യത്തിൻ്റെ ഹൃദയം നമുക്കായി തുറന്നു വച്ചിരിക്കുന്നു. മരണം അത് പരാജയമല്ല. യേശു മരിക്കുമ്പോൾ ഭൂമി നടുങ്ങുന്നു,
ആകാശം ഇരുളുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 51 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നു, ഈശോയുടെ മരണത്തിൻ്റെ സമയം ദേവാലയത്തിൻ്റെ തിരശ്ശീല നടുവേ രണ്ടായി കീറിപ്പോകുന്നതായിട്ട്. ദൈവത്തെയും മനുഷ്യനെയും വേർതിരിച്ചിരുന്ന ആ മതിൽ അവിടെ തകർന്നു. ശതാധിപൻ ഇതെല്ലാം കണ്ടുകൊണ്ട് പറയുന്നു, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന്. കുരിശിൽ യേശുവിൻ്റെ യഥാർത്ഥ മഹത്വം വെളിപ്പെടുകയാണ് ഇവിടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 42 വരെയുള്ള വചനങ്ങളിൽ യേശുവിനെ സംസരിക്കുന്ന ഭാഗം നാം കാണുകയാണ്. എല്ലാം അവസാനിച്ചതുപോലെ നമുക്ക് തോന്നാം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയിൽ കുരിശ് ഒരവസാനമല്ല, അത് പുതിയ ജീവന്റെ തുടക്കമാണ്. പ്രിയ സഹോദരങ്ങളെ, കുരിശ് തോൽവിയുടെ അടയാളമല്ല, അത് വിജയത്തിൻ്റെ ചിഹ്നമാണ്. പാപം ജയിച്ചില്ല, യേശു ജയിച്ചു. മരണം ജയിച്ചില്ല, ജീവൻ ജയിച്ചു. ഇരുട്ട് ജയിച്ചില്ല, വെളിച്ചം ജയിച്ചു. യേശു തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് നമ്മെ രക്ഷിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ കുരിശുകൾ വരുമ്പോൾ നാം വളരെ സന്തോഷത്തോടുകൂടി നമ്മുടെ കുരിശുകളെ സ്വീകരിക്കേണ്ടതാണ്. കാരണം നമുക്കും വിജയം ഉറപ്പാണ്. ഈ പീഡാനുഭവം എന്ന് കേൾക്കുമ്പോൾ നാം ചോദിക്കണം, ഞാൻ യേശുവിനെ പോലെ ക്ഷമിക്കുമോ? ഞാൻ സത്യത്തിനായി നിലകൊള്ളുമോ? ഞാൻ എൻ്റെ കുരിശ് സ്വീകരിക്കുമോ? ക്രിസ്ത്യാനിയാകുക എന്നത് കുരിശ് ചുമക്കുക എന്നത് തന്നെയാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പീഡാനുഭവം നമ്മോട് പറയുന്നത് ദൈവം നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. പാപം നമ്മെ നശിപ്പിക്കും. നമുക്ക് മോക്ഷം ലഭിക്കുന്നത് കുരിശു വഴി മാത്രമാണ്. നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. പാപത്തെ വിട്ട് യേശുവിനെ സ്വീകരിക്കാം. കുരിശിനെ ഭയക്കാതെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കാം. സ്നേഹത്തിലും ക്ഷമയിലും ജീവിക്കാം. അപ്പോൾ യേശുവിൻ്റെ വിജയം നമ്മുടെ ജീവിതങ്ങളിലും പ്രകടമാകും. കരുണാമയനായ യേശുവേ, നിന്റെ പീഡാനുഭവം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. കുരിശ് സ്വീകരിക്കുവാൻ ധൈര്യം നൽകണമേ. നിന്റെ വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ.